ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നിങ്ങളുടെ സ്ക്രീനിൽ 2 ഓപ്ഷൻസ് കാണും. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജീസ് എന്തൊക്കെയാണ്. താങ്ക് യു. പൈൽ നമ്പർ 1. Seven of Cups-ന്റെ എനർജി, Magician. ഓക്കെ, 713 എനർജി. ഓക്കെ, ഇന്നത്തെ ദിവസം ഒത്തിരി സ്പിരിച്വൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഡിവൈൻ എനർജി നിങ്ങളുടെ ഫേവറിൽ വർക്ക് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്ന ഒരു ദിവസമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജിയിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇതൊരു ഡിവൈൻ പ്രൊട്ടക്ഷനാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള ഡിസിഷൻ, എന്തെങ്കിലും റോങ് ആയിട്ടുള്ള പാത്തിലോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി പ്രേരണ ലഭിക്കുന്നുണ്ടാകാം, ഇൻഫ്ലുവൻസ് വരുന്നിട്ടുണ്ടാകാം. പക്ഷേ അതിൽ നിന്ന് നിങ്ങളെ ഡിവൈൻ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതായിട്ട്, നിങ്ങളെ എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സ്റ്റക്കായിട്ടുള്ള എനർജി, പാസ്റ്റിലെ എനർജീസ് നിങ്ങളെ ഒത്തിരി നാളായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ടും കുറച്ച് പേർക്കൊരു ഹെൽപ്പ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇതൊരു അവേക്കനിങ് സ്റ്റേജാണ്. എന്തെങ്കിലുമൊക്കെ മറിഞ്ഞിരുന്നിട്ടുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ സഡൻലി നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ് വരുന്നതാണ്. ഒരു ടവർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള, നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ മെസ്സേജിൻ്റെ രൂപത്തിൽ, എന്തെങ്കിലുമൊക്കെ ഇവൻസിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. അത് നിങ്ങളെ പെട്ടെന്ന് എന്താ പറയുക, നമ്മുടെ കണ്ണ് തുറക്കുക എന്ന് പറയില്ലേ, ആ ഒരു അവേക്കനിങ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഡ്രൈവിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം. കുറേ നാളായിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആകണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. അതുപോലെ തന്നെ മജീഷ്യൻ്റെ എനർജി വന്നിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസും ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. താങ്ക് യു. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, 6 ഓഫ് സോഡ്സിൻ്റെ എനർജി. മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ ഒത്തിരി ബുക്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പണ്ട് വല്ലതും നിങ്ങൾ മേടിച്ചതായിരിക്കാം, പക്ഷെ പിന്നീട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ടൈം കൊടുക്കാനായിട്ട് സാധിച്ചില്ല, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ റിനോവേഷൻ വർക്കായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, മണി സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് പ്ലാൻ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ശരിക്കും അതെനിക്കിപ്പോൾ ആവശ്യമുണ്ടോ, ആ ഒരു മണി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ്, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക. അതിന് കോട്ടം തട്ടുന്ന, അതിനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങൾ ആരോടാണ് ഒരു ഗൈഡൻസ് ചോദിക്കുന്നത്, ഒരു അഡ്വൈസ് ചോദിക്കുന്നത്, ആ ഒരു ഓപ്ഷനും കറക്റ്റായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു.
താങ്ക് യു. ഓക്കെ, നമ്പർ 17 ദ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. ഒത്തിരി ഹീലിംഗ് എനർജി ഇന്നത്തെ ദിവസം അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഹീലറിൻ്റെ എനർജിയിലായിരിക്കാം ഇരിക്കുന്നുണ്ടാകുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഹീലിംഗ് പ്രൊഫഷനിലുള്ളവരായിരിക്കാം, മെഡിസിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ ഒത്തിരി ആ ഒരു മേഖലയിൽ ഒത്തിരി തിളങ്ങാനായിട്ട്, നിങ്ങളുടെ ലൈറ്റ് ഷൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ഇന്നത്തെ ദിവസം അവൈലബിൾ ആണ്. കുറച്ച് പേർ ഒത്തിരി ഹോപ്പ്ഫുൾ ആയിട്ടുള്ള എനർജിയിലിരിക്കുന്നതായിട്ട്, പ്രത്യാശയുടെ എനർജിയിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് എൻ്റെ ആഗ്രഹങ്ങൾ, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, എൻ്റെ വിഷസ് എല്ലാം ഫുൾഫിൽ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. ആ ഒരു യൂണിവേഴ്സൽ എനർജിയായിട്ട് കുറച്ച് കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി, ഒത്തിരി സ്പിരിച്വൽ എനർജി, എഗെയിൻ ഒത്തിരി ഇൻറ്റ്യൂഷൻ്റെ എനർജി, ആ ഒരു ഹീലിംഗ് എനർജി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അവൈലബിൾ ആണ്. ഓക്കെ, 8 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഹീൽ ചെയ്യാം, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ മറികടക്കാം, അതിൽ നിങ്ങൾക്ക് ഒത്തിരി ഇൻറ്റ്യൂട്ടീവ് ഗൈഡൻസ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കണ്ണുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഹീലിംഗ് ലഭിക്കുന്നതാണ്. ഒത്തിരി ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അവൈലബിൾ ആണ്. ബാക്കിൽ ദ ഫൂളിൻ്റെ എനർജി, 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അഗെയിൻ ഒത്തിരി ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഒത്തിരി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടാകാം. ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേരുടെ റൂട്ട് ചക്ര ഒത്തിരി ബാലൻസിലോട്ട് വരുന്നതാണ്. അതായത് കുറച്ചും കൂടെ നിങ്ങളുടെ എനർജിയിൽ കുറച്ചും കൂടെ സേഫായിട്ട്, കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട എനർജീസ് എന്താണെന്ന് നോക്കാം. 8 ഓഫ് കപ്സിൻ്റെ എനർജി, കിങ് ഓഫ് കപ്സിൻ്റെ എനർജി. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലെ മാസ്കുലിൻ എനർജി അല്ലെങ്കിൽ ഫാദർ ഹീലിംഗ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള മാസ്കുലിൻ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഹീലിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ഓൾറെഡി ഹീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടാകാം, പാസ്റ്റിലെ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടാകാം. അപ്പോൾ ലൈഫിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് സിറ്റുവേഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്, എന്തെല്ലാം ഫ്രൂട്ട്സ് ആണ് നിങ്ങളുടെ ഹാർഡ് വർക്കിന് ലഭിക്കുന്നത്, അത് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതിന് പകരമായിട്ട് പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്, ആ ഒരു എനർജി നിങ്ങളെ ട്രബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട് സത്യം, നീതി, നിങ്ങൾക്കറിയാവുന്ന ആ ഒരു സത്യം, ആ ഒരു എനർജിയിൽ നിന്നിട്ട് ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ന്യൂ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ എനർജീസ് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട്, തുറന്ന മനസ്ഥിതിയോടുകൂടി അതിനെ വെൽക്കം ചെയ്യാനായിട്ടും കുറച്ച് പേർക്കൊരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.